കവളപ്പാറ ദുരന്തത്തിൽ മരിച്ച നിരവധി പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഇടമാണ് വാണിയംപുഴ. കുത്തിയൊലിച്ചൊഴുകുന്ന ഈ പുഴയുടെ തീരത്തും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യേകം ഒരു ബൂത്ത് സജ്ജീകരിച്ചിരുന്നു. വനമേഖലയിൽ താമസിക്കുന്ന നിരവധി പേരാണ് ഈ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. കവളപ്പാറ ദുരന്തത്തിൽ വിറങ്ങലിച്ച ഒരു ഓർമ്മയാണ് കുത്തിയൊലിച്ചൊഴുകുന്ന ഈ വാണിയംപുഴ. ഈ പുഴയിൽ നിന്നാണ് തണുത്തു വിറങ്ങലിച്ച നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. അന്നിവിടെ ഉണ്ടായിരുന്ന പാലം തന്നെ പൂർണ്ണമായി ഒലിച്ചുപോയി. അവിടെ LDF സർക്കാർ പുതിയ പാലം പണിയുന്നു. അതിൻ്റെ സമീപത്തും ആദിവാസി വിഭാഗങ്ങൾക്കായി പ്രത്യേക ബൂത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുക്കിയിരുന്നു. ആകെ വനമേഖലയിലുള്ള 271 പേരാണ് ഈ ബൂത്തിലെ വോട്ടർമാർ. കടുത്ത മഴയുണ്ടായിട്ടും ഭൂരിപക്ഷം പേരും ഇവിടെ വോട്ട് രേഖപ്പെടുത്തി. ഇവിടെയാണ് പിണറായി സർക്കാർ പണിതുയർത്തിയ പാലത്തെ മറച്ചുവെച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചങ്ങാടം തുഴഞ്ഞ് റീൽസുമായി എത്തിയത്. പക്ഷേ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർ പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്രാവശ്യം കാലാവസ്ഥ നമുക്ക് മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ പ്രതികൂലമായിട്ട് ബാധിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഈ പാലം പണി ഇറക്കി നിർത്തി വന്നു. ആവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് നിർത്തി വെക്കേണ്ടി വന്നു. എന്തായാലും നമുക്കിപ്പോൾ ഈ ഒരു മഴയ്ക്കൊരു ശമനം കിട്ടിക്കഴിഞ്ഞാൽ വേനലാവാൻ നിൽക്കാതെ തന്നെ ഒരു ശമനം കിട്ടി കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഈ പണി പൂർത്തിയാവും. ഒരു 70% പണി പൂർത്തിയായി കഴിഞ്ഞു. നമ്മൾ പിണറായി സർക്കാർ നമ്മളെല്ലാ തരത്തിൽ കഴിഞ്ഞ 9 കൊല്ലത്തെ ഭരണത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മളോടൊപ്പം നിന്ന് നിൽക്കണം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ റോഡ് തന്നെ നമ്മളിപ്പോൾ ശരിക്കും ഒരു മൺപാതയായിരുന്നു. ഈ റോഡ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ലാസ്റ്റ് തരിപ്പൊട്ടി കോളനി വരെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജലജീവ മിഷൻ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ വാട്ടർ ടാങ്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും പെൻഷൻ കിട്ടുന്നുണ്ട്. ഹൈടെക് അംഗൻവാടികൾ ഉണ്ടായിട്ടുണ്ട്. തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും. ഇവിടെ വോട്ട് രേഖപ്പെടുത്തി മറ്റു തൊഴിലിനായി പോകുന്ന ആൾക്കാരെയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. കുത്തിയൊലിക്കുന്ന ഈ പുഴ കടന്ന് അപ്പുറത്തേക്ക് കടക്കണം. ഇവിടേക്ക് എത്തിയാണ് ഇരുട്ടുകുത്തിയിലെ ഇവരെല്ലാം വോട്ട് രേഖപ്പെടുത്തിയത്. ഇവർക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക ബൂത്താണ് ഇരുട്ടുകുത്തിയിൽ ഉള്ളത്. കവളപ്പാറ ദുരന്തത്തിൽ വലിയ ആഘാതമേറ്റ പ്രദേശമാണ്. ഈ പ്രദേശത്താണ് പ്രത്യേകിച്ച് ഇങ്ങനൊരു പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിച്ചിട്ടുള്ളത്. ക്യാമറാമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, നിലമ്പൂർ.